വളരെയധികം ഡെലീഷ്യസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായി 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, ചെറിയ കപ്പിന് 1/2 കപ്പ് പാല്, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ മെനു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം സ്നാക്സായിട്ടും ഉപയോഗിക്കാം. എന്നിട്ട് ഈ മിക്സ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. എടുത്ത് അത് മാറ്റി വയ്ക്കുക. കുറച്ച് പരന്ന പാത്രത്തിൽ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതാവും നല്ലത്. അതിനുശേഷം നമുക്ക് 2 നേന്ത്രപ്പഴമാണ് വേണ്ടത്, പഴുത്തത്. അതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഒരു നേന്ത്രപ്പഴം വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് മതിയാകുമല്ല. അപ്പോൾ ഇപ്പോൾ നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മിക്സിൽ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് 2 വശവും മുരിച്ച് നല്ല ഗോൾഡൻ കളറാവുന്ന തരത്തിൽ എടുക്കുക. ഇങ്ങനെ ഇപ്പം ഞാൻ 8 എടുത്തിട്ടുണ്ട്. നമുക്ക് 4 മതിയെങ്കിൽ 4 വെച്ചും ചെയ്യാം. അപ്പോൾ ഒരു പഴം മതിയാകും. ബ്രെഡ് ഇതുപോലെ മുരിച്ചെടുത്തതിന് ശേഷം അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റാക്കി ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിനകത്തേക്ക് ഇടണം. ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് 2 മിനിറ്റ് കുക്കാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 2 മിനിറ്റ് കുക്കാവുമ്പോൾ നമുക്കിത് ഇറക്കിയെടുക്കാം. അപ്പോൾ ഈ പഴം ഒന്ന് റോസ്റ്റായി വരും, ഒന്ന് മുരിഞ്ഞ് വരും. ഇതുപോലെ മുരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഇത് ഇറക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മുരിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി ഇതുപോലെ ഈ പഴം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തേൻ ഒഴിക്കുന്നതിന് തുല്യമാണ്